ഇന്ന് ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ മുറ്റത്ത് നോക്കിയപ്പോൾ മഴ എപ്പോഴോ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുറ്റമൊക്കെ നനഞ്ഞെടുക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആകാശത്തൊക്കെ എന്ത് രസമാണ്. എന്തോ ഒരു ഫിൽറ്ററിലെടുത്ത ഫീലാണ് ആകാശം കണ്ടപ്പോൾ. അതൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പേരമരം ഉണ്ടോ അത് തനിയെ മുളച്ചതാണ്. പിന്നെ കുറച്ച് വളമൊക്കെ ഇട്ടപ്പോഴേക്കും പൂത്ത് കായൊക്കെ കുറച്ച് 5-6 കായൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ മരമൊക്കെ ഇങ്ങനെ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്നതാണ്. എന്ത് ഭംഗിയാണെന്നറിയോ. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ചെടിയാണ്. പൂത്തിട്ടില്ല ഇത്ര നാളായിട്ട്. പിന്നെ അതേ ഞാൻ വീടിൻ്റെ ചുറ്റും പോയി നോക്കിയാണ്. എന്ത് ഭംഗിയാ. ആകാശവും ഇലകളും ഒക്കെ ഇതൊന്നും ഫിൽറ്ററിൽ പോലും എല്ലാം എടുത്തേക്കണം. എന്ത് രസം കാണാനായിട്ട്. വീട് ചുറ്റും ഇങ്ങനെ നടന്നു. ഇത് തനിയെ മുളച്ചൊരു നീലാമ്പരി ചെടിയാണ്. ഇത് പറിച്ച് കളയാൻ തോന്നണില്ല. അത് ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുകയാണ്. പറിച്ച് കളയാൻ തോന്നാത്തതുകൊണ്ട് അതവിടെ വെച്ചേക്കാണ്. പിന്നെ ഇതേ പുളിമരം. ഇപ്പം ഞാൻ നോക്കിയപ്പോഴേ കുറച്ച് പുളി, കഴിഞ്ഞ ദിവസം പുളി എടുക്കാൻ പോയി നോക്കിയപ്പോൾ ഒരു പുളി പോലും ഇല്ല. ആവശ്യമില്ലാത്ത സമയത്ത് ഇഷ്ടംമാതിരി ഉണ്ടാവും. വെറുതെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ 2 പുളിമരം ഉണ്ട്. ഒരെണ്ണം ആൻറ്റിയുടെയും ഒരെണ്ണം ഞങ്ങളുടെയുമാണ്. അപ്പം അത് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലും ഇങ്ങനെ നോക്കി പുളിയുടെ പൂവിനൊരു സ്മെല്ലില്ലേ, അതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇതെൻ്റെ കലാവിരുന്നാണ് ഈ ചെടികളൊക്കെ. അപ്പം അതൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് മുറ്റത്ത് നിറയെ കാട് പോലെ ചീര മുളച്ചേക്കുന്നത്. പറിച്ചളയാൻ തോന്നണില്ല.